എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റൈസിൻ്റെ വെറൈറ്റി ചെയ്യാം. ബിറിഞ്ചി റൈസ് ചെയ്യാം. ബിറിഞ്ചി റൈസ് ഒരു തമിഴ്നാട് റെസിപ്പിയാണ്. ബ്രിഞ്ചി ഇലകൾ എന്ന് പറയുന്നത് നമ്മുടെ ബേ ലീഫ് അല്ലെങ്കിൽ കറുവ ഇല എന്ന് പറയുന്ന ഇല കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റൈസാണ്. അപ്പോൾ ഇത് തേങ്ങാപ്പാലും വെജിറ്റബിൾസും സ്പൈസസും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ ഒരു വേർഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നട്ട്സും ബ്രെഡും ക്രംസൊക്കെ മുറിച്ചിട്ടാൽ കുറച്ചുകൂടെ റിച്ച് ആക്കി എടുക്കാം. നമുക്കിത് റൈത്ത, മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റൈസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകണം. നല്ല ക്ലീൻ വാട്ടർ കിട്ടുന്നത് വരെ കഴുകിയെടുക്കുക. അതിനുശേഷം അത് 1 കപ്പ് റൈസ് വേവിക്കാൻ നമുക്കിപ്പോൾ 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ 1.5 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലും കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് അത് ഈ അരിയിലൊഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് അരി ഒന്ന് കുതിരാനായിട്ട് വയ്ക്കുക. തേങ്ങാപ്പാൽ നമുക്ക് കട്ടി നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ളൊരു കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ അതെടുക്കാം, അല്ല കുറച്ച് ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടി കുറച്ച് ബേ ലീഫ് വേണം, പട്ട, ഗ്രാമ്പു, ഏലക്ക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, ഉള്ളി, ഇത് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മല്ലിയിലയും പുതിനയിലയും, പിന്നെ ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വേറെയൊക്കെ ചേർക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, ഉപ്പ്, തൈര്, പിന്നെ എണ്ണ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത എണ്ണ എടുക്കണം. വെളിച്ചെണ്ണ വേണ്ട, അതിന് പകരം സൺഫ്ലവർ ഓയിലോ നെയ്യോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. അല്ല ഗോൾഡൻ ഷെയ്ഡൊക്കെ ആവുന്നത് വരെ, ഏകദേശം ഒരു ക്രിസ്പി ലെവൽ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, അപ്പോൾ ക്രിസ്പിനെസ് കിട്ടും. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഉള്ളി പച്ചയ്ക്ക് കിടക്കാതെ കുറച്ച് നേരം ഇട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി ഒരു ക്രിസ്പി ലെവലായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അത് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും വേറെ പൊട്ടറ്റോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. വെജിറ്റബിൾസ് ചേർക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ വെജിറ്റബിൾസിലും നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരണ്ട് വരാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ തൈര് ചേർക്കാൻ സമയമായിട്ടുണ്ട്. തൈര് ചേർത്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ഞാനിവിടെ തേങ്ങാപ്പാലിൽ ആണ് ഈ അരി കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാലിൽ കുതിർത്തില്ല എന്നുണ്ടെങ്കിൽ കുതിർത്ത അരി ചേർത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി.
അതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും തിളച്ച് പൊങ്ങി വരും അരി. ഇപ്പോൾ അരി നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അതേസമയം ഞാനിവിടെ ഒരു ദോശക്കല്ല് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സിം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാത്രം നമുക്ക് അതിനകത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് അതിൻ്റെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു വെയിറ്റുള്ള ഒരു സാധനം എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ദം ഇഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അരി വേവുന്നവരെ വെയിറ്റ് ചെയ്താലും മതി അടച്ച് വെച്ചിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം എന്തായി എന്നുള്ളത്. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൈത്തയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും നല്ല ഗ്രേവിയുള്ള കറിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. പപ്പടമൊക്കെ ചേർത്ത് കഴിക്കാം. ലഞ്ചിലും പാക്ക് ചെയ്യാം. ഡിന്നറിന് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഈ റൈസ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റൈസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് റണ്ണാസ് കിച്ചൺ. ബൈ ബൈ.